ഹലോ, അശ്വിൻ ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിൻ. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ലോട്ടസ് ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ലോട്ടസ് ഉണ്ട്, അത് വിരിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഹൈബ്രിഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന കർണയാണിത്. വാവ്, കണ്ടില്ലേ? ഇതും കൂടി ഒന്ന് കാണിക്കാം. കർണയും എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ലോട്ടസ് ആട്ടോ. എത്ര കണ്ടാലും മതി വരില്ല, അത്രയും നല്ല ഭംഗിയാണ് കർണയ്ക്ക്. കാരണം എനിക്ക് ഇന്ന് ഹൈബ്രിഡ് ചെയ്ത് നോക്കണം. എങ്ങനെ ഹൈബ്രിഡ് ചെയ്യാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന താമരയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാനൊരു താമരപ്രേമി ആയിട്ട് കൂടിയും എനിക്ക് ഇപ്പോഴാണ് ആ ലോട്ടസ് എൻ്റെ ഗാർഡനിൽ വിരിയുന്നത്. കാരണം ഉണ്ടല്ലോ, ഞാനത് മുന്നേ വാങ്ങി വെച്ച സമയത്ത് എനിക്ക് തന്ന ആൾ ആക്ച്വലി അഖിലയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വൈറ്റ് പിയോണി ആയിരുന്നു തന്നത്. അപ്പം അങ്ങനെ നട്ടു, വലുതായി 1.5 മാസം എടുത്തു. അപ്പോൾ ബഡ് വന്നു നോക്കുമ്പോൾ വൈറ്റ് പിയോണി. സാരമില്ല, എന്തായാലും വൈറ്റ് പിയോണി എനിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നോക്കിയേ, എന്നെപ്പോലെ ഏതൊരു താമരപ്രേമിയുടെയും പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. അഖിലയാണ് കേട്ടോ. അഖില നിങ്ങളുടെ ഗാർഡനിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു താമരപ്രേമി അല്ല എന്ന് വേണം പറയാൻ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അഖില. കുറച്ച് പഴയ വെറൈറ്റിയാണ്, പക്ഷെ എന്നാലും ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അതേപോലെ ചോദിച്ച് അഖില വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഇവിടെ പോളൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ. നോക്കിക്കേ, ആഹാ, നമ്മുടെ ഗണേഷ് അനന്തകൃഷ്ണൻ സാറാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് ചെയ്തിരിക്കുന്നത് അഖിലയുടെ. അപ്പം ഒത്തിരി ബഡ്സ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇലയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഒരിക്കലും ഒരു മടി കാണിക്കരുത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന പുതിയൊരു ഇലയാണ്. അത് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഇലയാണ്, കണ്ടില്ല? അതിൻ്റെ മേലെ മറ്റു കാര്യങ്ങളോ ഫംഗൽ ബാധയോ ഒന്നുമില്ല. ഫംഗൽ ബാധ ഉണ്ടെങ്കിൽ നമ്മൾ മാജിക് സ്പ്രേ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ സ്പ്രേ ചെയ്യേണ്ട. ഇത് കണ്ടില്ലേ ഇലയുടെ അടിയിൽ? ഇത് ചെറിയൊരു ഫംഗസ് ബാധയല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു നമ്മൾ കാണാത്തൊരു പ്രാണിയുണ്ട്, ഒരു മഞ്ഞ നിറത്തിലുള്ള ചെറിയ ഡോട്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള പെസ്റ്റിസൈഡ് അടിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അടുത്ത ഇലയിലേക്ക് വരും. മാജിക് അടിച്ചതിന് ശേഷം ഈ പറഞ്ഞ വന്നതിന് ശേഷമുള്ള ഇലയാണിത്, കണ്ടില്ലേ? അതിൻ്റെ അടിയിൽ യാതൊരുവിധ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇല നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒത്തിരി ബഡ്സ് കാര്യങ്ങൾ എനിക്ക് സ്റ്റാൻഡിങ് ലീഫ് പോലും തരാതെ ബഡ് തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അഖില. പക്ഷെങ്കിൽ അത് രാത്രി എന്തോ എൻ്റെ കഷ്ടകാലത്തിന് വല്ല വണ്ടോ അങ്ങനെ എന്തോ വന്നിട്ട് അത് തിന്ന് കളഞ്ഞു, കണ്ടില്ലേ? നല്ല ഭംഗിയാണ് കേട്ടോ അഖിലയെ കാണാൻ. അത് മാത്രമല്ല നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ളൊരു ലോട്ടസ് കൂടിയാണ് അഖില. ഇത് വിരിയുന്ന സമയത്ത് ഒരു പ്രത്യേക സുഗന്ധമായിരിക്കും, ആരായാലും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അത്രയും നല്ല മണം കൊണ്ടും ഭംഗി കൊണ്ടും അഖില ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയല്ലേ! അതിൻ്റെ മൊട്ട് കണ്ടാലും അഖിലയുടെ മൊട്ട് കണ്ടാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, കണ്ടില്ലേ? ഈ ഒരു മുന്നേ ഞാൻ ആ വൈറ്റ് താമരയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ വെള്ള താമരയുടേത് കംപ്ലീറ്റ്ലി ഒരു പച്ച കളർ മൊട്ടായിരിക്കും. പക്ഷേങ്കിൽ അഖിലയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു പിങ്ക് ബോർഡർ അതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? എല്ലാ ബഡ് വരുമ്പോഴും ഇങ്ങനെ ഈ ഒരു പിങ്ക് ബോർഡർ അതിലുണ്ടാവും. പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ അഖില, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. പിന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കേ.